കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം ഇറാൻ എൻറിച്ചഡ് യുറേനിയം ഉണ്ടാക്കുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന യുദ്ധവും എൻറിച്ചഡ് യുറേനിയത്തിന്റെ പേരിൽ തന്നെയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സീസ് ഫയർ കരാറിൽ ഇരുവശത്തു നിന്നും പല പോയിന്റുകളും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ കൈവശമുള്ള എൻറിച്ചഡ് യുറേനിയം കൈക്കലാക്കുക എന്ന് തന്നെയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2011 മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇറാൻ എൻറിച്ചഡ് യുറേനിയം ഉണ്ടാക്കാനായിട്ട് ഒരു മാസം മതി എന്ന്. ഇത് ബെഞ്ചമിൻ നെതന്യാഹു പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 15 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഊർജ ആവശ്യത്തിന് മാത്രമേ യുറേനിയം എൻറിച്ച് ചെയ്യുകയുള്ളൂ എന്ന് അവരുടെ മരിച്ചുപോയ മത നേതാവായിട്ടുള്ള ഖമേനി ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഫത്വ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഇറാൻ NPTയിൽ സൈൻ ചെയ്യുന്നത്. 1970 ഈ എഗ്രിമെന്റ് ഇറാൻ സൈൻ ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഈ ട്രീറ്റിയുടെ ഭാഗമായിട്ടില്ല. ഇറാൻ എഗ്രിമെന്റ് സൈൻ ചെയ്ത കാരണം അവർക്ക് ഒരിക്കലും എൻറിച്ചഡ് യുറേനിയം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിന് നേർ വിപരീതമായിട്ടാണ് ഇറാൻ യുറേനിയം എൻറിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. എൻറിച്ചഡ് യുറേനിയത്തിന് ഒരു ഇരട്ടപ്പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് പൊതുവേ നമ്മൾ വിളിക്കുന്നത് യെല്ലോ കേക്ക് അല്ലെങ്കിൽ മഞ്ഞ കേക്ക് എന്നാണ്. ഈ മഞ്ഞ കേക്ക് 2 തരത്തിലുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് യുറേനിയം 238 എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് യുറേനിയം 235. ഈ യുറേനിയം 235 ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. എന്നാലും യുറേനിയം 235 ലഭിക്കാനായിട്ട് ആദ്യം ലഭിക്കുന്ന യുറേനിയം 238 പലവട്ടം എൻറിച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന യുറേനിയത്തിന്റെ 99.03% 238 ഐസോട്ടോപ്പുകളുള്ള യുറേനിയം ആയിരിക്കും ലഭിക്കുക. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരിക്കലും മിസൈൽ ബോംബ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഏകദേശം 0.7% ഔട്ട് ഓഫ് 100 അത്രയായിരിക്കും ഈ മഞ്ഞ കേക്കിലെ യുറേനിയം 235 ഐസോട്ടോപ്പിന്റെ അളവ്. എന്നാൽ ഈ 7% 235 യുറേനിയം 238 നിന്നും അരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതായത് 235 238 തമ്മിൽ വേർതിരിക്കാൻ സാധിക്കും എന്നർത്ഥം. അതിനാണ് എൻറിച്ച് ചെയ്യുന്ന രാജ്യങ്ങൾ അവർ ആറ്റോമിക് പവർ സ്റ്റേഷനുകൾക്കുള്ളിൽ സെൻട്രിഫ്യൂഗറുകൾ എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ സെൻട്രിഫ്യൂഗറിലേക്ക് വാതക രൂപത്തിലാണ് ആദ്യം മഞ്ഞ കേക്ക് കടത്തിവിടുക. ഇങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗറുകൾക്ക് ഉള്ളിൽ കിടന്നിട്ട് ഈ യുറേനിയം കറങ്ങുവാനായിട്ട് തുടങ്ങും. ഇങ്ങനെ കറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ കറങ്ങുമ്പോൾ യുറേനിയത്തിലെ 238 ഐസോട്ടോപ്പുകൾ സെൻട്രിഫ്യൂഗറുകളുടെ യൂണിറ്റിന്റെ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിക്കും. അതുപോലെ തന്നെ ഈ മഞ്ഞക്കേക്കിലുള്ള യുറേനിയം 235 ഐസോട്ടോപ്പുകൾ സെൻട്രിഫ്യൂഗറിന്റെ സെന്ററിലേക്ക് വരും. ഇങ്ങനെ സെൻട്രിഫ്യൂഗറിന്റെ സെന്ററിലേക്ക് വരുന്ന യുറേനിയം 235 ഐസോട്ടോപ്പുകൾ വീണ്ടും എടുത്തിട്ട് അടുത്ത സെൻട്രിഫ്യൂഗറിലേക്ക് കൊടുക്കും. ആദ്യം ചെയ്ത പ്രോസസ് രണ്ടാമത്തെ സെൻട്രിഫ്യൂഗറിലും വീണ്ടും ആവർത്തിക്കും. എന്നിട്ട് വീണ്ടും രണ്ടാമത്തേൽ ശുദ്ധീകരിച്ച് വരുന്ന വാതകം പിന്നെ എടുത്തിട്ട് വേറെ അടുത്ത സെൻട്രിഫ്യൂജറിലേക്ക് കൊടുക്കും. ഇങ്ങനെ 100 കണക്കിന് വരുന്ന സെൻട്രിഫ്യൂജറുകളിലിട്ട് കറക്കിയാണ് യുറേനിയം ശുദ്ധീകരിച്ചെടുക്കുന്നത്. ഓരോ തവണ ശുദ്ധീകരിക്കുമ്പോഴും യുറേനിയം 235 കനം അല്ലെങ്കിൽ അളവ് ചെറുതായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അവസാനം 0.07 എന്നുള്ള 3 ആകുന്ന വരെ ഇങ്ങനെ ശുദ്ധീകരിക്കണം. ശരിക്കും ഈ 3 പോയിന്റ് എന്ന് പറയുന്നതാണ് കറണ്ട് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതിന്റെ അളവ് എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും യുറേനിയം 235 സെൻട്രിഫ്യൂജറിലൂടെ കടത്തിവിട്ട് സമ്പുഷ്ടീകരിച്ച് അടുത്ത ലെവൽ 20% ഈ 20% എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ലെവലിലുള്ള എൻറിച്ച്മെന്റ് ആണ്. ഇറാൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഇതുപോലെ ശുദ്ധീകരിച്ച 60%. നമ്മൾ വിചാരിക്കും 60% അല്ലേ ആയിട്ടുള്ളൂ, ഇനി 40% എന്നാണ് അവർക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുക എന്ന്. പക്ഷേ അങ്ങനെ അല്ല ഇത് പ്രവർത്തിക്കുന്നത്. കാരണം 60% നിന്ന് 90% എത്തിക്കഴിഞ്ഞാൽ അത് ഇറാന് വേഗത്തിൽ ഒരു ആറ്റം ബോംബാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. കാരണം 60 നിന്ന് 90% എത്തിക്കുവാൻ വളരെ എളുപ്പമാണ്. യുറേനിയം ഇങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് 0.7% നിന്ന് 3% എത്തിക്കാനാണ്. ഇത്രയും പ്രയാസമില്ല ശരിക്കും പറഞ്ഞാൽ 3% നിന്ന് 20% എത്തിക്കാനായിട്ട്. അതുപോലെ 20% നിന്ന് 60 എത്തിക്കാൻ വീണ്ടും എളുപ്പമാണ്. 60 നിന്ന് 90 എത്തിക്കാനായിട്ട് വളരെ വേഗത്തിൽ സാധിക്കും. അതായത് അവസാനമായിട്ട് ഇറാനിൽ നടത്തിയ പരിശോധനയിൽ ഇറാന്റെ കൈവശം ഏകദേശം 83% വരെ എൻറിച്ച് ചെയ്ത യുറേനിയം ഉണ്ടെന്ന് IAEA കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എത്ര കിലോ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ അവരുടെ കയ്യിൽ
ഏകദേശം 408 കിലോഗ്രാം 60% എൻറിച്ച് ചെയ്ത യുറേനിയം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്ര അളവ് ശരിക്കും പറഞ്ഞാൽ 10 മുതൽ 15 വരെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ധാരാളമാണ്. ഇതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് നഖശിഖാന്തം എതിർക്കുന്നത്. ഒരു രീതിയിൽ ഇസ്രായേൽ ഇറാന്റെ കൈവശം ആറ്റം ബോംബ് ഉണ്ടാക്കുവാനായിട്ട് അനുവദിക്കില്ല. കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആദ്യം ഇടുന്ന ഇസ്രായേലിന്റെ പുറത്തും രണ്ടാമത് ഇടാൻ പോകുന്നത് അമേരിക്കയുടെ പുറത്തുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് അവർ ടൈം സ്ക്വയറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. 2040 ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി ഇസ്രായേലിന്റെ തലയിൽ കൊണ്ടുവന്ന് ഇടുമെന്ന് പറയുന്നത്. അങ്ങനെ ഇട്ടാല് ഈ 15 ആറ്റം ബോംബൊന്നും വേണ്ട, 2-3 ആറ്റം ബോംബ് ഇസ്രായേലിന്റെ ഉള്ളിൽ വീണാൽ ആ ഒരു ചെറിയ രാജ്യം പിന്നില്ല. അതാണ് ഈ ഒരു യുദ്ധത്തിന്റെ കോറായിട്ടുള്ള പിന്നിലെ ചേതോവികാരം. അതുകൊണ്ട് ഇസ്രായേൽ ഏതറ്റം വരെയും പോകും ഇവരുടെ കയ്യിൽ നിന്ന് എൻറിച്ചഡ് യുറേനിയം കൈക്കലാക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ ആണവ പദ്ധതികളെ ഒരു 100 കൊല്ലമെങ്കിലും പുറകോട്ട് അടിപ്പിക്കാനായിട്ട് ഇസ്രായേൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിനു പുറമെ പറയപ്പെടുന്ന സീസ് ഫയറിലെ ബാക്കി 15 കരാറാണെങ്കിലും വേറെ ഏത് കരാറുകളാണെങ്കിലും അതിലൊന്നും അല്ല കാര്യം. ശരിക്കുള്ളത് എൻറിച്ചഡ് യുറേനിയം തന്നെയാണ്. ഇറാൻ ഒരിക്കലും ആറ്റം ബോംബ് ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ഉറപ്പ് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് ലഭിക്കണം. അതുവരേക്ക് യുദ്ധം നീളും. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.